എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യോനുവിനെ പിടിച്ച് കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹാങ് പറയും, എനിക്കാണെങ്കിൽ ഇപ്പം എന്തൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അങ്ങനെ ഇവരുടെ കിസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് വീട്ടിലായിട്ട് കയറി വരും. നമ്മളുടെ യോനുവിനും അതേപോലെ തന്നെ ഹാങ്ങിനും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യോനുവിൻ്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഹാങ്ങിൻ്റെ കയ്യിരിക്കുന്ന മൊബൈലില്ലേ അതങ്ങ് വാങ്ങിച്ചെടുത്താൽ മാത്രം മതി. അവനാണെങ്കിൽ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാനും നോക്കും. എന്നാൽ നമ്മുടെ ഹാങ്ങിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ കിട്ടത്തേ ഇല്ല. അങ്ങനെ അവസാനമാണെങ്കിൽ ഇവളുടെ റൂമിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കും. നമ്മുടെ യോനു ഇവളുടെ പുറകെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഹാങ് ഇങ്ങനെ ചോദിക്കും, അല്ല നീ എന്താ നിൻ്റെ റൂമിലോട്ട് പോകുന്നില്ലേ? ഞാൻ പോയി ഫ്രഷ് ആവാൻ പോവുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിനാണെങ്കിൽ എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. നോക്കുമ്പോൾ എന്തോ ഇവളുടെ കയ്യിലായിട്ട് മൊബൈലും ഉണ്ട്. വേഗം തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ കൈയും അതേപോലെ തന്നെ മൊബൈലും കൂടി ചേർത്ത് അങ്ങ് കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ പോയി ഫ്രഷ് ആവാൻ പോവുകയാണോ എന്ന്, നീ ഉറങ്ങാൻ പോകുകയാണോ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിലേ അവനെ അങ്ങ് തെറ്റിദ്ധരിക്കും. അവളാണെങ്കിൽ പറയും, എന്താ എനിക്ക് അകത്തോട്ട് പോകണ്ടേ, ഞാൻ എന്താ ഉറങ്ങണ്ടേ എന്നും പറയട്ടെ അവൾ അങ്ങ് അകത്തോട്ട് കയറി പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് വിചാരിച്ച് വെച്ചേക്കുന്നതന്നെ യോനുവനാണെങ്കിൽ ഇവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഇവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യ, അവൻ എങ്ങനെയെങ്കിലും ഈ റൂമിനകത്തോട്ട് കയറിയാൽ മതി എന്ന. പെട്ടെന്ന് തന്നെ അവൾ വിചാരിക്കും, അവനാണെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ അവനെ ഈ റൂമിലോട്ട് കയറ്റത്തില്ലേ, ഞാൻ അവനെ തടഞ്ഞു വെച്ചേക്കുവാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ വേഗം തന്നെ അവളുടെ മൊബൈൽ ഫോൺ കുത്തിയിടും. അതായത് ആ ഫോണിനകത്ത് ഇപ്പോൾ ചാർജ് ഇല്ലായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവൾ നേരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ യോനുവും പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി കാണും, അതിന് ചാർജ് കയറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് വേഗം തന്നെ യോനു ആണെങ്കിൽ നൈസിന് ആ കഥക് തുറന്ന് നോക്കും. അപ്പം നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ കുളിക്കാൻ പോയേക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ അകത്ത് കയറിയിട്ട് ഹാങ്ങിൻ്റെ മൊബൈൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കും. എന്നിട്ട് ആ ഫോണിനകത്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കും. അവരാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ, അവൻ്റെ ബർത്ത്ഡേ, അതേപോലെ തന്നെ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് എല്ലാം അടിച്ചു കൊടുത്ത് നോക്കും. എന്നാൽ അതൊന്നും അല്ലായിരുന്നു നമ്മളുടെ ഹാങ്ങിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ്. ഇവൻ്റെ ആലോചിക്കും എന്നാലും എന്തുമായിരിക്കും എന്ന്. ഇവനാണെങ്കിൽ അറിയാവുന്നതെല്ലാം അടിച്ചു കൊടുത്ത് നോക്കും. അവസാനമാണ് ഈ ഫോൺ അങ്ങ് ലോക്കാവും. എന്നിട്ട് കാണിക്കും ഒരു 10-15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യുവിന് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങും. അതായത് ഇപ്പോഴെങ്ങനെ നമ്മുടെ ഹാങ് പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൾ ചോദിക്കത്തില്ലേ ഇവനിവിടെ എന്തെടുക്കുക എന്ന്. അങ്ങനെ അവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും പാസ്വേഡ് അടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സൗണ്ട് കേൾക്കും. നമ്മളുടെ യൂനു ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഫോൺ അവിടെ ഇട്ടിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാവും അതവന് ജസ്റ്റ് തോന്നിയതാ എന്ന്. അങ്ങനെ അവൻ കുറേ ഇരുന്ന് ആലോചിക്കും അടുത്ത പാസ്വേഡ് എന്തായിരിക്കും എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ 1031 എന്നൊരു നമ്പർ അങ്ങ് അടിച്ചു കൊടുക്കും. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തുവാന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ഈ നമ്പർ അങ്ങോട്ട് അടിക്കുന്നത് മൊബൈലിൻ്റെ ലോക്ക് അങ്ങ് കഴിയും. ഇത് കാണുന്നത് നമ്മളുടെ യൂനു ഒന്ന് ഷോക്കാകും കേട്ടോ. അവൻ വിചാരിക്കും എന്നാൽ ഇവൾ എന്തിനാണ് ഈ നമ്പർ എടുത്ത് ഫോണിൻ്റെ ലോക്കാക്കി വെച്ചേക്കുന്നേ എന്ന്. വേഗം തന്നെ അവനാണെങ്കിൽ ആ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ മെസ്സേജസ് ഒക്കെ എടുത്തിട്ടെ അവൻ്റെ ചേച്ചി എന്ത് മെസ്സേജാണോ അയച്ചത് അതങ്ങ് ഡിലീറ്റ് ആക്കി കളയും. എന്നിട്ട് അവൻ ആ സെക്കൻഡിൽ തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വരും. അവളാണെങ്കിൽ നമ്മുടെ യോനുവിനെ കാണുന്നതും ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുക, നീ എന്തിനാ എൻ്റെ റൂമിനകത്തോട്ട് കയറിയത്? ഉടനെ തന്നെ നമ്മുടെ യോനു പറയും, അതെ എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ചോദിക്കും, ഓഹോ നിനക്ക് ഉറക്കം വന്നില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങ് വാ നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് കാര്യം പറയാം. അപ്പോൾ നമ്മളുടെ യോനു പറയും, അത് സാരമില്ല, ഞാൻ എന്തായിരുന്നു എൻ്റെ റൂമിലോട്ട് പോവുക, നീ റെസ്റ്റ് എടുത്തോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുടിച്ച് ആ കെട്ടൊക്കെ മാറി, ഞാനിപ്പോൾ നല്ല ഓക്കെയാണ്, നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹാങ് ആണെങ്കിൽ ഇവരെ നല്ലതുപോലെ ഫോഴ്സ് ചെയ്യും. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, വേണ്ട കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നീ ഇവിടെ അകത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാ, ഞാൻ എൻ്റെ റൂമിൽ തന്നെ പോയി കിടന്ന് റെസ്റ്റ് എടുത്തോളാം, നീ ഇവിടെ നല്ലതുപോലെ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോകും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്ത് വിചാരിക്കുന്നതെന്ന് അറിയാവോ? അവൾ വിചാരിക്കും ഇവരാണെങ്കിൽ കുറച്ച് മുന്നേ അങ്ങോട്ട് കിസ് ചെയ്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂനുവിനാണെങ്കിൽ ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്നൊക്കെ അവൾ കരുതി വെച്ചേക്കുന്നത്. അവൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ചിരിയും വരും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂനു ആണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് വന്നിട്ട് ഇരുന്ന് ആലോചിക്കുന്നതാ. എന്നാൽ നമ്മുടെ ഹാങ് എന്തിനാണ് 1031 എന്ന ആ ഒരു നമ്പർ പാസ്വേഡ് ആക്കി വെച്ചത് എന്ന് അവനാണെങ്കിൽ അത് ആലോചിച്ചുകൊണ്ട് അവൻ്റെ സീലിംഗിലായിട്ട് നോക്കും. അപ്പം നമുക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനുവും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ ചെക്കപ്പ് ആയിരുന്നു. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക. ഇതറിഞ്ഞിട്ട് നമ്മളുടെ യൂനുവിന് ഭയങ്കര സന്തോഷമുണ്ട്. അവനാണെങ്കിൽ
അവനാണെങ്കിൽ ഒരു അച്ഛനാവാൻ പോവുകയല്ലേ. അപ്പോഴവർ രണ്ടുപേരോട് ചോദിക്കും ഈ കുഞ്ഞ് എപ്പോഴായിരിക്കും ജനിക്കുന്നതെന്ന്. അങ്ങനെ ഡോക്ടർ പറയുന്ന ഡേറ്റ് ആണ് കേട്ടോ, അതായത് ഒക്ടോബർ 31. ഈ ഡേറ്റ് കേൾക്കുന്നതും അവർക്ക് നല്ല സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു റൂം തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് ഒരുപാട് സ്റ്റാർസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര കിടിലമായിട്ടാണ് കേട്ടോ ആ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കിടയിൽ എന്തോ സംഭവിച്ചു. അതിനുശേഷം തന്നെയാണ് നമ്മളുടെ യൂനുവിനും അതേപോലെ തന്നെ ഹാങ്ങിനും ഇടയിൽ ഇത്രയും വലിയ ഡിസ്റ്റൻസ് തന്നെ വന്നത്. നമ്മളുടെ യൂനു ആണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവൻ്റെ ആ സീലിങ്ങിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റാർസ് ഉണ്ടല്ലോ. എന്നാൽ ഇപ്പം നോക്കാൻ നേരത്തെ എന്തോ ആ പ്രസൻറ്റ് ടൈമിൽ അവിടെയായിട്ട് ഒരു സ്റ്റാർ മാത്രമേ ഉള്ളൂ. അതായത് അവൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരിക്കൽ റൂമിലൊട്ടിച്ചിരുന്ന ഒരേ ഒരു സ്റ്റാർ. അതും നോക്കിക്കൊണ്ട് നമ്മളുടെ യൂനു ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കും. ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യോനുവിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ അവരുടെ ചേച്ചീനെയും ചേട്ടനെയും നല്ലതുപോലെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചോദിക്കും നീ എന്തോത്തിനാ എൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കാതെ അവൻ്റെ വൈഫിൻ്റെ അടുത്ത് ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയത്? അവൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഇതിനകത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിൻ്റെ ചേച്ചി പറയും അമ്മ എന്തോത്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ എന്തായിരുന്നാലും അവളുടെ അടുത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. എന്തായിരുന്നാലും അവർ രണ്ടുപേരും ഇപ്പോൾ ഡിവോഴ്സ് ആവുന്നില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനം. അവനും അവൻ്റെ വൈഫും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ നമ്മളുടെ യോനുവിൻ്റെ ചേച്ചി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യോനുവിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ കോഴിക്കൂട്ടിലായിട്ട് ചെന്നിട്ട് അവിടുത്തെ കോഴിമുട്ടയൊക്കെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ അവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ യോനുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുണ്ടല്ലോ അവിടെയായിട്ട് നമ്മളുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡായിട്ട് നടന്നു പോകുന്നത് യോനുവിൻ്റെ അമ്മ കാണും. അങ്ങനെ യോനുവിൻ്റെ അമ്മ വന്നിട്ട് ഹാങ്ങിൻ്റെ അമ്മയെടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. യോനുവിൻ്റെ അമ്മ പറയും എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ ഫീലിങ്സ് എന്തുവാ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനാണെങ്കിൽ ആദ്യമേ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് എന്താണെന്നറിയാവോ, അവനാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞങ്ങൾ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞങ്ങൾ അവനോട് പറഞ്ഞതാ അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കണ്ട എന്ന്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അവൾ വലിയ പണക്കാരിയായെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഇതേപോലെയല്ലേ സംഭവിച്ചേക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ അത്ര വലിയ പണക്കാരനൊന്നും അല്ലല്ലോ, എത്രയൊക്കെ പറഞ്ഞാലും അവൻ നല്ലൊരു കുട്ടിയാണ്, നിങ്ങളുടെ മോളെ പൊന്നു പോലെ നോക്കിക്കോളൂ എന്നൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര പുച്ഛത്തോടെ സംസാരിക്കും. അവർ പറയും എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മോൻ ഭയങ്കര മിടുക്കൻ തന്നെ, അവനാണെങ്കിൽ അവസാനം ഒരു പണക്കാരി പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചില്ലേ, അവൻ്റെ ലൈഫ് അവൻ സെറ്റിലാക്കി. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരൊരുമാതിരി സംസാരിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. എന്നിട്ടിപ്പോൾ പ്രസൻറ്റ് ടൈം കാണിക്കും. അവിടെ നമ്മുടെ യൂനുവിൻ്റെ അമ്മയാണെങ്കിൽ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പറയും എന്തൊക്കെയായിരുന്നാലും നീ അവളെ കല്യാണം കഴിക്കുകയോ ഡിവോഴ്സ് ചെയ്യുകയോ ഒരുമിച്ച് ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എത്രയൊക്കെ ആയിരുന്നാലും നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി, എനിക്കത് മാത്രം കണ്ടാൽ മതിയെന്ന് അവൻ്റെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ യൂനു ഉണ്ടല്ലോ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മുടെ യൂനുവിന് ഭയങ്കര ജലസാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂൻസങ് ആണെങ്കിൽ നമ്മുടെ യൂനുവിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത് എന്തുവാ, രാവിലെ എണീക്കുമ്പോൾ നമ്മളുടെ ഹാങ്ങിനാണെങ്കിൽ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കൊടുത്താൽ മതി, അവളുടെ ഹാങ് ഓവറൊക്കെ മാറും എന്നല്ലേ. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മളുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിൻ്റെ അടുത്ത് വയ്ക്കും നീ എന്തോത്തിന് രാവിലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് തരാം. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ ഹാങ് പറയും അതിൻ്റെ ആവശ്യമില്ല, എനിക്കിത് തന്നെ മതി എന്ന്. എന്നാൽ നമ്മുടെ യൂനു ആണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടും വാശി പിടിക്കും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് വയ്ക്കും നിനക്കിപ്പോൾ ഇത് എന്താ പറ്റിയത്, എനിക്കാണെങ്കിൽ ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ ഓക്കെയാണ്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ യൂനു അങ്ങ് ഒരുമാതിരിയാവും. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നടന്നു വരും. നമ്മുടെ യൂനു വിചാരിക്കും ഇവൾ അവനെ വീണ്ടും കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുക എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിന് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണു അടച്ചങ്ങ് നിന്ന് കൊടുക്കും. എന്നാൽ നമ്മുടെ ഹാങ് വന്ന് എന്തോത്തിനാണെന്നറിയാവോ, അവൻ്റെ കോളറിൻ്റെ ബാക്കിലായിട്ട് എന്തോ ഒരു പൊടി പറ്റിയിരിക്കുമായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ആ സംഭവം എടുത്തിട്ട് ഇവനെടുത്ത് വയ്ക്കും നീ എന്തോ ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ, നിൻ്റെ കോളറിൽ ഇതാ ഒരു തൂവൽ പോലത്തെ സംഭവം വന്നിരിക്കുന്നു, നിനക്ക് അതുപോലെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാങ് ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കും. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ഉണ്ടല്ലോ വേഗം തന്നെ അടുക്കളയിലായിട്ട് പോകും. എന്നിട്ട് അവൻ ഇരുന്ന് ചിന്തിക്കും അല്ല ഞാൻ എന്തോത്തിനാ ഇപ്പം ഇത്രയും അങ്ങ് ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്തത്, എനിക്കാണെങ്കിൽ എൻ്റെ ഹാർട്ട് ബീറ്റും കൂടി, അതെന്തായിരിക്കും സംഭവം, ഒരുപക്ഷെ അവളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയതുകൊണ്ടായിരിക്കും അല്ലേ, എനിക്ക് അവളുടെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല, എനിക്ക് ഫീലിങ്സ് അവളുടെ അടുത്ത് തോന്നത്തേ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ സ്വന്തമായിട്ട് അവൻ്റെ ബ്രെയിനിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കും. അതായത് അവന് ഹാങ്ങിനെ ഇഷ്ടമല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂനു ആണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതേസമയത്ത് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ റെഡിയായി നല്ല
സുന്ദരിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അവളെ കാണുന്നേ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. വേഗം തന്നെ നമ്മുടെ ഹാങ് വന്നിട്ട് യോനുവിൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കാണാൻ? നല്ല രസമില്ലേ? ഇത് ലിമിറ്റഡ് എഡിഷനാണ്. ഇതിൻ്റെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ആ ഹാർമൻ്റെ വൈഫിലായിരിക്കുന്നത്, വേറൊന്ന് എൻ്റെ കയ്യിലുമാണ്. എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത്. എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് അവൾ ചോദിക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ യോനു ആണെങ്കിൽ അവളുടെ സൗന്ദര്യത്തിലുണ്ടല്ലോ മുഴുകി അങ്ങ് നിന്നു പോകും. അങ്ങനെ അവസാനം അവൻ പറയും, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ ആ ഒരു സ്യൂട്ട് ശ്രദ്ധിച്ചിട്ട് പറയും, നിൻ്റെ ഇന്നത്തെ സ്യൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ സുന്ദരനായിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യോനുവിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവൻ അവൻ്റെ ഓഫീസിലായിട്ട് വന്നിട്ട് ഇവൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. എപ്പോഴും അവൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസമാണെങ്കിൽ അവൻ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, ഇന്ന് സാറ് നല്ല മൂഡിലാണല്ലോ, എന്തോ ഒന്ന് നല്ലതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് നല്ല ഹാപ്പി ആണെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ യൂനിഫ് ഭയങ്കര ഷോക്കായി പോകും. അവൻ പറയും, എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ഞാൻ അത്ര ഹാപ്പി ഒന്നും അല്ല എന്ന്. എന്നാൽ അവന് തന്നെ മനസ്സിലാവത്തില്ല. എന്നിട്ട് അവനിരുന്ന് ആലോചിക്കും, ഈ ഒരു പക്ഷേ ഹാങ് എന്നെ പ്രശംസിച്ചത് കൊണ്ടായിരിക്കുമോ എനിക്കിത്ര നല്ല മൂഡ്. അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഇതേപോലെ നല്ലൊരു വാക്ക് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല, അതൊക്കെ കൊണ്ടായിരിക്കുമല്ലേ ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന് പറയട്ടെ. അവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ ഓഫീസിലെ അതിൻ്റെ മുമ്പേ കൂടി പാസ് ചെയ്ത് പോവും. എന്നിട്ട് അവനാണെങ്കിൽ നൈസിന് നമ്മുടെ ഹാങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ വിചാരിക്കും, ഇവളുടെ മുഖം കണ്ടാലേ അറിയാം ഇവളിപ്പോൾ ദേഷ്യപ്പെടാൻ പോവുക എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ 1 തൊട്ട് 5 വരെ കൗണ്ട് ചെയ്യും. അവൻ 5 വരെ കൗണ്ട് ചെയ്യുന്നതും നമ്മുടെ ഹാങ് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രോജക്റ്റ് എല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തോ ഈ വരച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കാണുന്നേ നമ്മുടെ യൂനിവ് പറയും, കണ്ടില്ലേ, ഈ ദേഷ്യം കണ്ടിട്ടാണ് എനിക്ക് എപ്പോഴും എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, ഇവളെ കണ്ടാലേ എനിക്ക് പേടി വരുമെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അങ്ങ് ചിരിക്കാനായിട്ട് തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സംഭവം അവൾ ആ പേപ്പറിനകത്ത് കണ്ടായിരുന്നു. ഇവള് ചിരിക്കുന്ന കാണുന്ന നമ്മുടെ യോനു ആണെങ്കിൽ ഇവളെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് വൈകുന്നേരം ആണെങ്കിൽ നമ്മുടെ യോനു ഉണ്ടല്ലോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലായിട്ട് വന്നിരിക്കുന്നയാ. അവിടെയാണെങ്കിൽ നമ്മളുടെ യോനുവിൻ്റെ ഫ്രണ്ട് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, 2 പേര് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം അവർ ഇഷ്ടത്തിലാവോ എന്നാണ് എല്ലാവരും പറയുന്നത്. നീ ക്രാഷ് ലാൻഡിങ് ഓൺ യു സീരീസ് കണ്ടിട്ടില്ലേ, അതിനകത്ത് ഇതേ സെയിം സ്റ്റോറിയാണ്. എന്നാൽ നമ്മളുടെ യോനു ആണെങ്കിൽ പറയും, ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് അവളുടെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല, ഞാൻ അവളുടെ അടുത്ത് ജസ്റ്റ് അഭിനയിക്കുവാണ്. എന്നാൽ നമ്മുടെ യോനുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൻ പറയും, എനിക്കിന്ന് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയല്ലോ, നീ ആണെങ്കിൽ നിൻ്റെ വൈഫിന് പുതിയൊരു ഷൂ വാങ്ങിച്ചു കൊടുത്തോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യോനുവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഹീലിൻ്റെ ഷൂ ഇട്ടേക്കുന്നത്. അവൾ ആ ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എന്തോ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നടന്നു പോവുക. എസ്കലേറ്റർ കയറാൻ നേരത്ത് അവൾ പെട്ടെന്ന് കയറാൻ വേണ്ടി അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ നടക്കുന്ന വഴിയിൽ വെച്ചിട്ടേ അവളുടെ കാലൊന്ന് സ്ലിപ്പായി അവൾ വീഴാനായിട്ട് പോകും. അതാണെങ്കിൽ ദൂരെ നിന്നിട്ട് നമ്മളുടെ യൂനു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ ഹാങ് വീഴുന്ന കാണുന്ന അവിടെ നിന്ന് വിളിച്ചു കൂവി പറയും, നിനക്ക് നോക്കി നടന്നൂടെ എന്ന്. സത്യം പറഞ്ഞാൽ ഇതാണെങ്കിൽ നല്ല ഉറക്കെയാണ് കേട്ടോ അവൻ വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ പരതി നോക്കും. അവൾ വിചാരിക്കും, എന്നാലും ഇത് ആരാണ് ഇത്ര റൂഡായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അലറി വിളിച്ച് പറയുന്നതെന്ന്. അവൾ നോക്കുമ്പോൾ എന്തുവാ അവിടെ എങ്ങും ആരെയും കാണത്തില്ല. നമ്മുടെ യോനു ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് അങ്ങ് മിന്നിക്കളയും. അവനാണെങ്കിൽ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിനകത്തായിട്ട് കയറി എങ്ങിരിക്കും. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, സാറിന് എന്താണ് വേണ്ടതെന്ന്. നോക്കുമ്പോൾ എന്തുവാ അവൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഷൂ തന്നെയുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു ഷൂ ആയിരുന്നു. നോക്കുമ്പോൾ എന്തുവാ അതാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെ കാലിന് പറ്റിയ സൈസും. വേഗം തന്നെ നമ്മുടെ യോനു പറയും, എന്നാൽ പിന്നെ ഇത് പാക്ക് ചെയ്തോ എന്ന്. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിലേ ഈ ഷൂവും കൊണ്ട് നേരെ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്തായിട്ട് വരും. എന്നിട്ടാണെങ്കിൽ ഇവളുടെ മുമ്പിലായിട്ട് ഷൂ നീട്ടി കാണിക്കും. അപ്പോൾ അവൾ ചോദിക്കും, ഇതെന്തുവാ എന്ന്. ഉടനെ നമ്മളുടെ യൂനു പറയും, അത് ഞാനൊരു കടയിൽ നിന്ന് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ, അവിടെ 50% ഓഫിൽ കിടന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ് ചോദിക്കും, നീ ഇതുവരെ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ എക്സ്പെൻസീവ് അല്ലാത്ത ഏതെങ്കിലും ഒരു ചെരുപ്പ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഉടനെ തന്നെ നമ്മളുടെ യൂനു പറയും, ഇത് എക്സ്പെൻസീവ് അല്ലായിരിക്കും, എങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിയതാ. നീയാണെങ്കിൽ എപ്പോഴും ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് നടക്കുന്നത്, നീ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഇതിട്ട് കഴിഞ്ഞാൽ നിന്റെ കാലിനും പ്രൊട്ടക്ഷൻ ആയിരിക്കും, നിനക്ക് നല്ല സേഫായിട്ട് നടക്കാൻ പറ്റും. അതുകൊണ്ട് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂനു ഇവളെ നോക്കി ഒന്ന് വല്ലാണ്ട് ചിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹാങ്ങിന് ഭയങ്കര സന്തോഷം. അവൾ അങ്ങനെ ആ ചെരുപ്പ് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവൾ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് അവിടെ അതിലേ കൂടി നടക്കുന്നതാണ്. ഇത് കാണുന്നേ നമ്മുടെ യൂനുവിന് നല്ല സന്തോഷമായിരുന്നു. എന്താന്ന് വെച്ചാൽ അവളാണെങ്കിൽ അവൻ്റെ ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലേ.
നമ്മുടെ യൂനു ആണെങ്കിൽ ഇതെല്ലാം ദൂരെ നിന്ന് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.